ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ഡിക്റ്റേഴ്സിൻ്റെ ഫിസിക്സിൻ്റെ 28ാമത്തെ ക്ലാസ്സിൻ്റെ അസൈൻമെൻറ്റ് ആൻസേഴ്സ് ആണ്. അസൈൻമെൻറ്റ് ഇതാണ്: എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 18 km/h ഓൺ എ ലെവൽ റോഡ് ടേക്സ് എ ഷാർപ്പ് സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് 3 meter without reducing the speed. The coefficient of static friction between the tires and the road is 0.1. Will the cyclist slip while taking the turn? ഒരു സൈക്ലിസ്റ്റ്, ആ സൈക്ലിസ്റ്റിൻ്റെ സ്പീഡ് 18 km/h ആണ്. അതൊരു ലെവൽ റോഡ്, അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഒരു ചരിവൊന്നുമില്ലാത്ത സാധാ ഒരു റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സർക്കുലർ ടേൺ എടുക്കുവാണ്. ആ ടേൺ എടുക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 meter ആണ്. അപ്പോൾ സർക്കുലർ ടേൺ എടുക്കുന്ന സമയത്ത് ആ സ്പീഡ് കുറയ്ക്കുന്നുമില്ല, സെയിം സ്പീഡിൽ തന്നെ, അതായത് 18 km/h തന്നെയാണ് ആ ഒരു ടേൺ എടുക്കുന്നത്. And it is said that the coefficient of static friction is 0.1. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോയിഫിഷ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 0.1 ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിൽ ദ സൈക്ലിസ്റ്റ് സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദ ടേൺ. ടേൺ ചെയ്യുന്ന സമയത്ത് സൈക്ലിസ്റ്റ് സ്ലിപ്പ് ചെയ്യുമോ എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. ആദ്യം നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. വെലോസിറ്റി തന്നിട്ടുണ്ട്, 18 km/h ആണ് വെലോസിറ്റി. അത് നമ്മൾ m/s കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ m/s കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 18ഉം 18ഉം ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് 5 m/s ആണ്. അപ്പോൾ വെലോസിറ്റി m/s 5 m/s ആണ്. പിന്നെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 3 meter ആണ്. പിന്നെ µs തന്നിട്ടുണ്ട്, അതായത് ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതാണ് µs എന്നുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് 0.1 ആണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കേട്ടിരുന്നു ഫോർ സേഫ് ടേണിംഗ്, അതായത് സേഫ് ആയിട്ടുള്ളൊരു ടേണിംഗ്, സ്കിഡോ അല്ലെങ്കിൽ സ്ലിപ്പോ ചെയ്യാതെ സേഫ് ആയിട്ടുള്ളൊരു ടേണിംഗ് കിട്ടണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √μs/g എന്നതിനേക്കാൾ കുറവോ അതോ അതിനോട് ഈക്വലോ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഒരു സേഫ് ടേണിംഗ് നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്കിഡ് ചെയ്തോ അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്തോ പോകും. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി √μs/g കുറവോ അതോ അതിനോട് ഈക്വലോ ആണെങ്കിൽ മാത്രമേ അതിനൊരു സേഫ് ടേണിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് തീർച്ചയായും സ്ലിപ്പ് ചെയ്ത് പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ √μs/g വാല്യൂസൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്താണെന്ന് നോക്കുക. അതായത് ആ വെലോസിറ്റിയേക്കാൾ കുറവായിരിക്കണം നമുക്ക് ഉള്ള വെലോസിറ്റി, എന്നാലേ നമ്മൾ സ്ലിപ്പ് ചെയ്യാണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം കണ്ടുപിടിക്കും. അപ്പോൾ √μsൻ്റെ അവിടെ 0.1, ആറിൻ്റെ അവിടെ 3 എന്നും ജീൻ്റെ അവിടെ 9.8 m/s എന്നും കൊടുക്കും. അപ്പോൾ അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.94 എന്ന് കിട്ടും. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 1.715 m/s എന്ന് നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 1.715 എന്ന വെലോസിറ്റിയേക്കാൾ കുറവായിരിക്കണം നമുക്കുള്ള വെലോസിറ്റി, എന്നാൽ മാത്രമേ സ്കിഡ് ചെയ്യാണ്ട് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അതെന്താണ്? 5 m/s ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 1.75 m/s കൂടുതലാണ്. ദാറ്റ് ഈസ് ഹിയർ v ഈസ് ഗ്രേറ്റർ ദാൻ 1.715. അതിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ലിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് ഹെൻസ് ദ സൈക്ലിസ്റ്റ് വിൽ സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദ സർക്കുലർ ടേൺ. അതുകൊണ്ട് ഈ ഒരു സർക്കുലർ ടേൺ എടുക്കുന്ന സമയത്ത് സൈക്ലിസ്റ്റ് സ്ലിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ അസൈൻമെൻറ്റിൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.